ഹലോ, ഇന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരു പാലക് മഷ്റൂം കറി തയ്യാറാക്കാം. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. പാലക്കിൻ്റെ ഗ്രീൻ കളറും മഷ്റൂമിൻ്റെ സോഫ്റ്റ് ടെക്സ്ചറും അതുപോലെ മസാലയും കൂടി ചേരുമ്പോൾ നല്ലൊരു പെർഫെക്റ്റ് കോമ്പിനേഷൻ തന്നെയാണ്. ഞാനിവിടെ കുറച്ച് ഫ്രഷ് പാലക്ക് എടുത്തിട്ടുണ്ട്. പാലക്കിൻ്റെ സ്റ്റെം ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിൻ്റെ ലീവ്സ് മാത്രം എടുക്കാം. ഇനി പാലക്ക് നന്നായി കഴുകിയതിന് ശേഷം നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റ് വരെ ഇതൊന്ന് ബ്ലാഞ്ച് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ബ്ലാഞ്ച് ചെയ്ത ഉടനെ തന്നെ ഇത് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റണം. ഇങ്ങനെ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പാലക്ക് കൂടുതൽ വേവിക്കേണ്ട ആവശ്യമല്ല. അതുപോലെ തന്നെ പാലക്കിന് നല്ലൊരു ഗ്രീനിഷ് കളർ കിട്ടുകയും ചെയ്യും. അതായത് കറി നല്ലൊരു ഫ്രഷ് ഗ്രീൻ കളറായിട്ട് കിട്ടും. പാലക്കിൽ ഒരുപാട് വൈറ്റമിൻസും അതുപോലെ അയൺ, കാൽഷ്യം, ഫൈബർ തുടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് നല്ലൊരു ഹെൽത്തി വെജിറ്റബിൾ ഡയറ്റായിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ പാലക്കിൻ്റെ വെള്ളമൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൽ കുറച്ച് ചേരുവകളും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കണം. 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് പേസ്റ്റ് ആക്കിയിട്ടെടുക്കാം. ഇനി നമുക്ക് കറി റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ചൂടായ പാനിലേക്ക് ഞാൻ ചെറിയൊരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒലീവ് ഓയിലാണ്. അതും ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ജീരകം, വലിയ ജീരകവും ചെറിയ ജീരകവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെല്ലുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു വലിയ ഒനിയന് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒനിയൻ നന്നായി സോഫ്റ്റായി ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വരുന്നത് വരെ നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് മസാലകൾ ചേർക്കണം. അപ്പോൾ ഞാനിവിടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മസാലകളൊക്കെ കൂടെ ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ഞാൻ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയുടെ ആ ഒരു റോ സ്മെല്ല് മാറി മസാല ഒന്ന് നന്നായിട്ട് കുക്കാകുന്നത് വരെ കുറച്ച് നേരം സോട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മഷ്റൂം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നേരത്തെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മഷ്റൂം ചേർത്തിട്ട് മസാല എല്ലായിടത്തും ഒന്ന് കോട്ടായി വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ മഷ്റൂമിൽ തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. പാൻ അടച്ചു വെച്ചിട്ട് മഷ്റൂം ഒന്ന് കുക്കാകുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ആവശ്യത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാലക്കിൻ്റെ പേസ്റ്റില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പാലക് പേസ്റ്റും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ കറിയുടെ കളർ ഒരു ബ്യൂട്ടിഫുൾ ഗ്രീൻ കളർ ആയിട്ടില്ലേ. ഇനി കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ അധികമൊന്നും വേണ്ട, ചെറിയൊരു പീസ് മാത്രം എടുത്താൽ മതി. കൂടെ കുറച്ച് നമുക്ക് ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കിതൊരു 2 മിനിറ്റ് മാത്രം ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം. ഇങ്ങനെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ പാലക്കിൻ്റെയും അതുപോലെ തന്നെ മഷ്റൂമിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കമ്പൈൻ ആവും. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമല്ല. ഇവിടെ നമ്മുടെ പാലക് മഷ്റൂം കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെയോ അതല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ.